നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. കുവൈറ്റ് സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് പബ്ലിക് സ്പോർട്സ് അതോറിറ്റി ഷെയ്ഖ് ജാബർ ബ്രിഡ്ജിൽ സംഘടിപ്പിച്ച പരിപാടി പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബ അൽ സലേം അസബാഹിന്റെ നേതൃത്വത്തിൽ നടന്നു. വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നാം ബോധവാന്മാരാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുവൈറ്റ് സ്പോർട്സ് ഡേയുടെ സമാരംഭത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന പൗരന്മാരുടെ പങ്കാളിത്തത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. അതോടൊപ്പം പബ്ലിക് സ്പോർട്സ് അതോറിറ്റിയെയും പരിപാടിയുടെ സംഘാടകരെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. സുഹാർ നവചേതന ഒമാനിലെ കലാപ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡാൻസ് ഉത്സവ് 2024 രണ്ടാം സീസൺ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 26-ന് സുഹാറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് ഓഡീഷൻ നടക്കുമെന്ന് സുഹാർ നവചേതന പ്രസിഡന്റ് സൗമ്യ ഹുബൈസും സെക്രട്ടറി അനീഷ് ഏറാടത്തും അറിയിച്ചു. ഉത്സവ് രണ്ടാം സീസണിന്റെ പോസ്റ്റർ പ്രകാശനം സുഹാർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ഇസ്മായിൽ, കോർഡിനേറ്റർമാരായ ഋതു രാജേഷിനും ശാന്തി പ്രവീണിനും നൽകി നിർവഹിച്ചു. ഗ്രാൻഡ് ഫിനാലെ മെയ് 10-ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗ്രാൻഡ് ഫിനാലെയിൽ സിയാദ് കൊക്കു മുഖ്യ അതിഥിയാകും. പുണ്യമാസമായ റമലാനിനെ വരവേൽക്കാനായി അൽ മന്ന ഈ സെന്റർ നടത്തിവരുന്ന അഹ്ലൻ റമലാൻ പ്രഭാഷണം മനാമ കെ സിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. നമ്മിലേക്ക് ആഗതമായ പുണ്യമാസത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാനായി വിശ്വാസികൾ ഓരോരുത്തരും ഒരുങ്ങണമെന്ന് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ഉസ്താദ് ഷെഫീഖ് സുലാഹി സദസ്സിനെ ഉദ്ബോധിപ്പിച്ചു. രാത്രി 10 മണിക്ക് തുടങ്ങിയ പരിപാടി ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. യൂണിറ്റ് പ്രസിഡന്റ് ഷംസീർ സ്വാഗതവും സിദ്ദീഖ് മനാമ നന്ദിയും പറഞ്ഞു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് @gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30-ന്, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30-ന്, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.